ഉൽപ്പത്തിയിൽ അതിനെ പ്രോട്ടോ എവങ്കേലിയം എന്നാണ് പറയുക. മരിയ ശാസ്ത്ര പണ്ഡിതന്മാർ അവിടെ ഒരു മരിയ ശാസ്ത്രം അവർ കണ്ടെത്തുന്നുണ്ട്. ഉൽപ്പത്തിയുടെ രചയിതാവ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ഉൽപ്പത്തി 3:15 നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ആദ്യത്തെ സദ്വാർത്തയാണ്, ആദ്യത്തെ സുവിശേഷവാക്യമാണിത്. നല്ല വാർത്ത. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് ഒരു പ്രത്യാശയുടെ നല്ല വർത്തമാനം പറഞ്ഞത് ഉൽപ്പത്തി 3:15 വാക്യത്തിലാണ്. നമ്മതൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ കുരിശ് മരണത്തെക്കുറിച്ച് ഉൽപ്പത്തി 3:15 തന്നെ പറയുന്നുണ്ട്. അതിപ്രകാരമാണ് ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെ ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. അത് 14 വാക്യമാണ്. ഉൽപ്പത്തി 3:14. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും.